സാറേ ആൺകുട്ടി. ഇന്നത്തെ ചെലവ് എന്റെ വക. വസുന്ധര മതില് ചാടിയാ ഓടിയത്. തോറ്റുപോകും. നേരെ പോകുന്നു. നിരപ്പായ തറയിൽ സിന്തറ്റിക് ട്രാക്ടറല്ലേ ഓടിയത്. എന്നാൽ ഈ 4 അടി പൊക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞാ അത് പിന്നെ മതില് ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ടാന്നാ കേട്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാലും എന്റെ തമ്പി സാറേ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാ ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹക്കൂടി ഇതിലും സേഫാ. അമ്മായിയപ്പന്റെ ചെക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും. നമ്മുടെയൊക്കെ ഭാര്യമാർ ഓടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേന്ന്. എങ്ങനെ പ്രതികരിച്ചു? അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ. അതാണ് അവളുടെ രാഷ്ട്രീയം. എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യം. ഇന്നലെ വരെ പൂച്ചയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. ചെയ്യുന്നത് അവളാണെന്നേ ഉള്ളൂ, ചെയ്യിക്കുന്നത് നമ്മുടെ പൊണ്ടാട്ടിമാരാ. ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? ഗോവിന്ദൻകുട്ടി സാറേ, ഈ നിരോഷിക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവള് നിങ്ങളെ തലയിൽ കയറി നിറങ്ങും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കോ, ഞങ്ങളെല്ലാം റെഡി. എന്താടോ കഴുകിയിട്ടും തീരുന്നില്ലേ? നമ്മുടെ സഹായം വല്ലതും വേണോ ആവോ? അയ്യോ വേണ്ടായേ, നമുക്ക് തല്ലുകൊള്ളാനൊന്നും വയ്യേ. അപ്പൊ അതാണ് കാര്യം. പുത്തൻ കൂട്ടുകാരികളെ തല്ലി ഇറക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നിങ്ങൾക്ക് സ്ത്രീവർഗത്തോട് തന്നെ പകയും പുച്ഛവുമാണ്. വിഷമാ നിങ്ങളുടെ മനസ്സില്. ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോ ആരായി? ഫസ്റ്റ് പെണ്ണുങ്ങള് വീട്ടുജോലികളില് ഭർത്താവ് ഭാര്യയെ സഹായിക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അത്രയല്ലേ ഉള്ളൂ. വീട്ടുജോലിക്ക് ഒരാളെയാണ് ആവശ്യമായിരുന്നതെങ്കിൽ പിന്നെന്തിനാ വെറുതെ എന്നെ കല്യാണം കഴിക്കാൻ പോയത്? ഒരു സെർവന്റ് നിർത്തിയ പോരായിരുന്നോ? എടീ, എന്റെ ശാരീരിക സുഖത്തിനുള്ള ഒരു ഉപാധിയായിട്ടോ വീട്ടുജോലിക്കുള്ള ഒരു അടിമയായിട്ടോ ഒന്നും അല്ല ഞാൻ നിന്നെ കൂടെ കൂട്ടിയത്. എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു കൂട്ടുകാരി, അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ. എന്നാ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ജോലിക്കാരിയെക്കാളും താഴെയാ എനിക്ക് ഈ വീട്ടിലെ സ്ഥാനം. വെറുതെ കയ്യും വീശി കയറി വന്നോളൊന്നും അല്ല ഞാൻ. ഓ അതെ അതെ അതെ, നിന്റെ അപ്പം ഗംഗാധരൻ തന്ന പണം കൊണ്ടാ ഞാൻ ഓടി കാറും ബംഗ്ലാവൊക്കെ വാങ്ങിച്ചത്. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, പെണ്ണെന്ന വർഗത്തിന്റെ. 4, 3, 7 കായോണ്ടിങ് വന്ന് കേറും. എന്നിട്ട് അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഓരോ അണക്കും കണക്ക് പറയും. കെട്ടിയോന്റെ കീശിലെ കാശ് കൊണ്ട് കണ്ട സ്വർണ്ണക്കടയും തുണിക്കടയും ഒക്കെ കേറി നിരങ്ങും. ആ കാശിനൊന്നും ഒരു വിലയില്ല, ഒരു കണക്കുമില്ല. ഇന്നലെ വരെ ഈ വീട്ടിൽ എന്റേതെന്നോ നിന്റേതെന്നോ ഒരു തരംതിരിവില്ലായിരുന്നു. ഇപ്പോ അതുമായി. നന്നായി. അച്ഛാ, എനിക്കൊരു സംശയം. ഞാൻ അച്ഛനെയാണോ അമ്മയുടെയാണോ, അതോ രണ്ടുപേരുടെ കൂടിയാണോ? എന്ത് കറക്റ്റ് എണ്ണി നോക്കോട്ടാ. എടി ഒരുമ്പെട്ടവളെ, എന്തു അടി ഇത്? ഇത് ജപ്തി നോട്ടീസ്. ലോൺ എടുത്ത സമയത്ത് അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് അയക്കണ്ടേ? അടച്ചു തീർത്തോ ഇല്ലയെന്ന് നോക്കണേ അങ്ങോട്ട്. സർ, ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. അതിന് നിനക്ക് ചെറിയൊരു അബദ്ധം. മോടെ കല്യാണത്തിന് ഞാൻ സ്ത്രീധനമായി കൊടുത്തത് എന്റെ കിടപ്പാടത്തിന്റെ ആധാരമാ. ജപ്തി നോട്ടീസ് കിട്ടിയതോടെ കല്യാണം കലങ്ങി. ആധാരം ബാങ്കിലാണെങ്കിൽ കൊടുത്തത് കള്ളപ്രമാണമാണെന്ന്. സർ പ്ലീസ്, ഐ എം സോറി. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ കള്ളനായി. ചെക്കൻ എന്റെ കൊച്ചിനെ ആട്ടിയിറക്കി. അവളിപ്പോ വിഷം കഴിച്ച് ആശുപത്രിയിലാണ്. എന്താണ് ഇത്? സാറോ? സാറെന്താ ഇവിടെ? ഞാനാണ് ഇവിടുത്തെ മാനേജർ. എന്താ നിങ്ങളുടെ പ്രശ്നം? അടച്ചു തീർത്ത ലോണിന് ഇവള് ജപ്തി നോട്ടീസ് അയച്ചു. എന്റെ മോള് വിഷം കഴിച്ചിട്ട് ആവാൻ കിടക്കുക. സാറേ എനിക്ക് ദൈവത്തെ പോലെ, പക്ഷെ മാഷയുടെ മോൾക്ക് എന്താ പറ്റിയാൽ ഇവളെ കൊന്നു കുഴിച്ചു കൊടുക്കും. സാറിന് വിചാരിച്ച് ഇപ്പൊ പോവുക. മാഷ വാ, കൊണ്ടുപോടാ തന്റെ കത്തി. നല്ല നിലയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണിത്. ഇപ്പൊ ഇവിടെ കണ്ട ഗുണ്ടകളും കയറി നിരങ്ങി തുടങ്ങി. ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. എന്താണോ? ഒന്നുമില്ല സാർ. ഇതിന് പറഞ്ഞ പായം വിളിച്ചു. എന്താ കുട്ടിയത്? കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്നു. അയാൾ ഒറ്റയ്ക്ക് ഹറാസ് ചെയ്യുന്നതും പോരാഞ്ഞ് കൂലിക്ക് ആളെ ഇറക്കി തുടങ്ങിയോ? We won't stand for this. ഇത് സംഗതി പ്രീ പ്ലാൻഡാ. ഇറ്റ്സ് എ വെൽ റിഹേഴ്സ്ഡ് ഡ്രാമ. ഇല്ലെങ്കിൽ കൃത്യസമയത്ത് എങ്ങനെ അയാൾ അവിടെ വന്നു? ഗുണ്ടകൾ പോലും ഭയക്കുന്ന ഒരു ഡോണാണ് താനെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനും ഗോവിന്ദകുട്ടിക്ക് കഴിഞ്ഞു. അയാളുടെ കൈകൊണ്ട് ചാകുന്നത് വരെ നീ ഈ കംപ്ലൈന്റ് ഒപ്പിടാതെ കറങ്ങി കറങ്ങി നടക്കും. അയ്യോ മാഡം, പീഡന കേസ് എന്നൊക്കെ പറയുമ്പോ അതിത്തിരി കൂടി പോയില്ലേ? ഇതാ കുഴപ്പം. ഈ കുട്ടി സ്ട്രോങ് അല്ല. ഓരോ ചൊണക്കുട്ടികൾ 10-40 പേരുടെ ലിസ്റ്റ് എഴുതിയാ വനിതാ കമ്മീഷനിൽ കൊടുക്കുന്നേ.
നിങ്ങൾ അങ്ങ് എഴുതിക്കേ. അന്നും പതിവ് പോലെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോയി. പെട്ടെന്ന് പിന്നിലൂടെ വന്ന ഗോവിന്ദൻകുട്ടി സാർ എന്നെ കടന്നു പിടിച്ചു. കുതിരയോടാൻ ശ്രമിച്ച എന്നെ സാർ വിട്ടില്ല. എന്നിട്ട് അയാൾ എന്നെ പീഡിപ്പിച്ചു. മോളെ നീ വന്നേ, ഇതിലൊരു ഒപ്പിട്ടേ. യുഗയുഗാന്തരങ്ങളായി അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന സ്ത്രീശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളം മുഴങ്ങുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾ? അയ്യോ, ഹലോ ഹലോ, എന്താ ഇത്? കറണ്ട് പോവാൻ കണ്ട സമയം. നീ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഒന്ന് വിളിക്കോ യശോദേ? അവന്മാര് ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇത് അവന്മാരുടെ സ്ഥിരം പരിപാടിയാ. എടി സിസിലി, എന്നാ നീ നിന്റെ ഭർത്താവിനൊന്ന് വിളിക്കേ. അയ്യേ, നാണോ ഇല്ലേ? ചോദിക്കുന്നതിനൊക്കെ ഒരു അന്തസ്തില്ലേ? സമാസമം 50-50 വായിട്ട് വീമ്പളക്കിട്ട്. ഇക്കാര്യത്തിൽ ഇത്ര നാണം കെട്ടാലും കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. കറണ്ടില്ലാതെ എങ്ങനെ കിടന്നുറങ്ങാനാ? വേണ്ട, ഒരുത്തനെയും താങ്ങാൻ പോണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ആ ഏണി ഒന്ന് പിടിച്ചു തന്നാ മതി. ഫ്യൂസ് കിട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. പതുക്കെ പതുക്കെ. ആ, സൂക്ഷിച്ച്. വച്ചോ? ഫയർഫോഴ്സ് വരുന്നേ! എന്താച്ചാ? എന്തോറ്റി? എന്താന്ന് പതിവില്ലാത്തൊരു ടെൻഷൻ? ഇന്നൊരു രജിസ്റ്റേർഡ് ഉണ്ടായിരുന്നു, അവളാ കൈപ്പറ്റിയത്. അന്നേരം മുതൽ കയറി കഥകടച്ച് ഒറ്റ ഇരിപ്പാ. എന്ത് രജിസ്റ്റേർഡ്? ആ, ഇന്നത്തെ ദിവസം ജലപാനം ചെയ്തിട്ടില്ല. ഞാൻ പലവട്ടം ചോദിച്ചു, വല്ലതും പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. എന്തൊക്കെയാണാവോ? ഇന്നെന്താ പുതിയ ഭൂകമ്പം? എന്താ? ഓ, ഇത്രയേ ഉള്ളൂ? ഇതിനായിരുന്നു ഇത്രയും വലിയ പൂവില്? ഇത്രയുള്ളോന്നോ? ചിരിച്ചു തള്ളാനായിട്ട് അത്ര നിസ്സാര കാര്യമാണോ ഇത്? വനിതാ കമ്മീഷനിൽ നിന്ന് വന്ന സമൻസാ. നിങ്ങളുടെ സ്റ്റാഫാണ് പരാതിക്കാരി. അതൊക്കെ എനിക്ക് മനസ്സിലായി. അവര് കൊടുത്ത പരാതി അന്വേഷിക്കാൻ അവർ എനിക്കൊരു സമൻസ് അയച്ചു. ദാറ്റ്സ് ഓൾ. ഞാൻ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോ കേസ് അങ്ങ് തീരും. എങ്ങനെ തീരും? നിങ്ങൾ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസ്. അത് കള്ളപ്പരാതിയാണെന്ന് തെളിയിക്കാൻ എനിക്കറിയാം. കള്ളപ്പരാതിയോ? കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് ഒരാൾ പീഡിപ്പിച്ചെന്ന് പരാതി കൊടുക്കില്ല. എടി, നിനക്കിപ്പോ എന്നേക്കാൾ വിശ്വാസം നിന്റെ ആ അലവലാതി കൂട്ടുകാരികൾ പറയുന്നതാണ് അല്ലേ? നീ ഇത്ര ചെറുതാവല്ല മഞ്ജു, പ്ലീസ്. നാളെ ഇത് പത്രങ്ങൾ വാർത്തയാക്കും, ചാനലുകൾ ആഘോഷിക്കും. അപ്പോഴോ? പത്രങ്ങളും ചാനലുകളും എന്തും പറഞ്ഞോട്ടെ, എനിക്കതിൽ ഒരു വിഷമമില്ല. പക്ഷെ നീ എന്നെ വിശ്വസിക്കാതിരിക്കുന്നതാണ് കഷ്ടം. ഞാനിനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഓ, അപ്പൊ അതാണ് പ്രശ്നം. നീ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ എങ്ങനെ ജീവിക്കും? ഈ സാഹചര്യത്തിൽ എന്റെ കൂടെ നിൽക്കുന്നതിന് പകരം നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നീ ചിന്തിക്കുന്നത്. നോക്കു മഞ്ജു, തൊട്ടു പോകരുതെന്നെ.